ഓക്കെ, സെറാമിക് മെറ്റീരിയൽസിൽ നമുക്ക് പഠിക്കാനുള്ള ക്ലേ പ്രോഡക്റ്റും റിഫ്രാക്ടറിയും ഗ്ലാസ്സുമാണ്. അതിൽ ക്ലേ പ്രോഡക്ട്സിൽ വരുന്നതെന്ന് വെച്ചാൽ ബ്രിക്ക്, ടൈല്, ടെറാക്കോട്ട, സ്റ്റോൺ വെയർ, എർത്ത് വെയർ, പോർസിലെയിൻ. ഇതിൽ ഈ ടെറാക്കോട്ടേനെയും സ്റ്റോൺ വെയറിനെ ഒരുമിച്ച് നമ്മൾ എന്ത് പറയും? പോട്ടറി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ടൈലിനെ പറ്റി നോക്കാം. ക്ലേ പ്രോഡക്റ്റായ ടൈലെന്ന് പറഞ്ഞാൽ ഒരു തിൻ ഷീറ്റ് ഓഫ് ബ്രിക്കിനാണ് നമ്മൾ ടൈൽ എന്ന് പറയുന്നത്. ബ്രിക്കിൻ്റെ ഒരു തിൻ ഷീറ്റിനാണ് നമ്മൾ മെയിൻലി ടൈൽ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഓഫ് ടൈലിൽ 4 സ്റ്റെപ്സാണുള്ള. ആദ്യത്തേത് പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിനെ പ്രിപ്പയർ ചെയ്യുന്നു. രണ്ടാമത്തെ എന്താണ്? മൗൾഡിങ് ലൈക്ക് 3 മെത്തേഡ് ഓഫ് മൗൾഡിങ് പറയുന്നുണ്ട്. വുഡൻ പാറ്റേൺ മെത്തേഡ്, പോട്രീസ് വീൽ മെത്തേഡ്, മൗൾഡിങ് ബൈ മെഷീൻ. ഇനി അത് കഴിഞ്ഞാൽ ഡ്രൈയിങ്ങിൽ തന്നെ പറയുന്നത് 2 മുതൽ 3 ദിവസം വരെ എടുക്കും ഡ്രൈ ചെയ്യാനെന്ന് പറയുന്നുണ്ട്. ആൻഡ് ബേണിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് ബേണിംഗ് എവിടെയാണ് നടക്കുന്നത്? ബേണിംഗ് സിയാൽകോട്ട് കിന്നിലാണ് ബേണിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് മാനുഫാക്ചർഡ് ഇൻ എവിടെയാണെന്ന് ചോദിക്കും. സിയാൽകോട്ട് കിൻ അറ്റ് ഒരു അറൗണ്ട് ടെമ്പറേച്ചർ ഓഫ് 1300 ഡിഗ്രി സെൽഷ്യസ് ഫോർ അബൌട്ട് 72 hours. 72 മണിക്കൂർ 1300 ഡിഗ്രി സെൽഷ്യസിൽ സിയാൽകോട്ട് കിന്നിനാണ് നമ്മൾ ടൈല് മാനുഫാക്ചർ ചെയ്യുന്നത് ബേണിംഗ് സ്റ്റേജിൽ. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് ടൈൽ നമുക്ക് മെയിൻലി 2 ടൈപ്പ് ടൈലുണ്ട്. ഒന്ന് കോമൺ ടൈലും പിന്നെ എൻകോസ്റ്റിക് ടൈൽ. കോമൺ ടൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഫ്ലോറിങ്ങിനും റൂഫിങ്ങിനും ഡ്രെയിനേജിനും ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എൻകോസ്റ്റിക് ടൈൽ എന്ന് പറയുമ്പോൾ ഡെക്കറേറ്റീവ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ടൈലിനെയാണ് എൻകോസ്റ്റിക് ടൈൽ എന്ന് പറയുന്നത്. ആദ്യം കോമൺ ടൈൽ നോക്കാം. കോമൺ ടൈലിൽ ആദ്യത്തെ ഡ്രെയിൻ ടൈല്, ദെൻ ഫ്ലോർ ടൈൽ അല്ലെങ്കിൽ പേവിങ് ടൈല്, മൂന്നാമത്തെയാണ് റൂഫ് ടൈൽ. അതിൽ ആദ്യത്തെ ഡ്രെയിൻ ടൈൽ വന്നിട്ട് പോറസ് ആയിരിക്കും. അത് നമ്മൾ ഈ വാട്ടർ ലോഗ്ഡ് ഏരിയാസിലായിരിക്കും നമ്മളിത് യൂസ് ചെയ്യുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ഫ്ലോർ ടൈൽ അല്ലെങ്കിൽ പേവിങ് ടൈൽ, ഇതിനും നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ തിക്നെസ്സും, പേവിങ് ടൈൽ അല്ലെങ്കിൽ ഫ്ലോർ ടൈലിൻ്റെ തിക്നെസ്സും സൈസുമാണ് അറിയേണ്ടത്. തിക്നെസ് വന്നിട്ട് ഒരു 12 to 15 mm തിക്നെസ്സും സൈസ് ഒരു 150 മുതൽ 300 mm സൈസും വരും. പിന്നെ റൂഫ് ടൈൽ നമുക്കറിയാം ഈ റൂഫിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ റൂഫ് ടൈലിൻ്റെ ടൈപ്സ് പഠിക്കാനുണ്ട്. റൂഫ് ടൈലിൻ്റെ ടൈപ്സ് ഒരു 8 ടൈപ്സ് വരുന്നുണ്ട്. ആദ്യത്തെ അലഹബാദ് ടൈൽ, രണ്ടാമത്തെ കൊറുഗേറ്റഡ് ടൈൽ, ദെൻ ഫ്ലാറ്റ് ടൈൽ, ദെൻ ഫ്ലെമിഷ് ടൈൽ, ഗുണ ടൈൽ, മാംഗ്ലൂർ ടൈൽ, പാൻ ടൈൽ, പോട്ട് ടൈൽ അല്ലെങ്കിൽ ഹാഫ് റൗണ്ട് കൺട്രി ടൈൽ. പോട്ട് ടൈലിൻ്റെ വേറെ പേരാണ് ഹാഫ് റൗണ്ട് കൺട്രി ടൈൽ. അപ്പോൾ ആദ്യത്തെ നോക്കാം അലഹബാദ് ടൈൽ. അലഹബാദ് ടൈൽ വന്നിട്ട് ഹാവ് പ്രൊജക്ഷൻസ് ഫോർ പ്രോപ്പർ ഇൻ്റർലോക്കിങ്ങിനായിട്ട് അവിടെ പ്രൊജക്ഷൻസ് ഒക്കെ ഉണ്ട്. അലഹബാദ് ടൈലിൽ പ്രോപ്പർ ഇൻ്റർലോക്കിങ്ങിന് വേണ്ടി പ്രൊജക്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഹിപ്പ് വാലി റീജിയൻസിലൊക്കെയാണ് ഈ അലഹബാദ് ടൈൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇൻ ഹിപ്പ് ആൻഡ് വാലി റീജിയൻസ്. അതായത് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലാണല്ലോ, അവിടെയാണല്ലോ കുറേ ഹില്ലും വാലിയൊക്കെ ഉള്ളത്, ഹിപ്പ് വാലിയൊക്കെ ഉള്ളത്. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് അലഹബാദ് ടൈൽസിൻ്റെ കാര്യം. അപ്പോൾ അവർക്ക് പ്രൊജക്ഷൻ ഉണ്ട്. ഈ പ്രൊജക്ഷൻ കാരണം ഇൻ്റർലോക്കിങ് ലൈക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഹിപ്പ് ആൻഡ് വാലി റീജിയൻസിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അലഹബാദ് ടൈൽ കഴിഞ്ഞു. രണ്ടാമത്തേതാണ് കൊറുഗേറ്റഡ് ടൈലിൽ കൊറുഗേഷൻസ് കാണും, പേരിലുള്ള പോലെ തന്നെ. സെയിം ആസ് ദാറ്റ് ഓഫ് ജി ഐ ഷീറ്റിലുള്ള പോലത്തെ കൊറിഗേഷൻസ് കാണും. അടുത്തത് ഫ്ലാറ്റ് ടൈൽ എന്ന് പറഞ്ഞാൽ ഫ്ലോറിംഗ് ടൈലിനെ പോലെ തന്നെയാണ്, സെയിം ആസ് ദാറ്റ് ഓഫ് ഫ്ലോറിംഗ് ടൈൽ. ഇനി ഒരു IS കോഡ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. IS 2690/1964. അതിലാണ് ഫ്ലാറ്റ് ക്ലേ ടെറസ് ടൈലിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഫ്ലെമിഷ് ടൈൽ. അപ്പോൾ അലഹബാദ് ടൈൽ കഴിഞ്ഞു, കൊറുഗേറ്റഡ് ടൈൽ കഴിഞ്ഞു, ഫ്ലാറ്റ് ടൈൽ കഴിഞ്ഞു. അടുത്താണ് ഫ്ലെമിഷ് ടൈൽ വന്നിട്ട് ഫ്ലെമിഷ് എന്ന് പറയുമ്പോൾ ഒരു S ഷേപ്ഡ് ടൈലാണ് ഫ്ലെമിഷ് ടൈൽ. ഫ്ലെമിഷ് എന്ന് പറഞ്ഞാൽ അപ്പോൾ S ഷേപ്ഡ് ടൈൽ. ഓക്കെ, ഡു നോട്ട് പ്രൊവൈഡ് പ്രോപ്പർ കവറിങ്. ഒരു പ്രോപ്പർ കവറിങ് ഈ ഫ്ലെമിഷ് ടൈൽ തരത്തില്ല. ആൻഡ് ഹെൻസ് യൂസ്ഡ് ഓൺലി ഇൻ ഷെഡ്സ്. അതുകൊണ്ട് നമ്മൾ ഷെഡ്സിലൊക്കെ പ്രൊവൈഡ് ചെയ്യുള്ളൂ, മെയിൻ ബിൽഡിങ്ങിലൊന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല. അപ്പോൾ എന്താണ് ഫ്ലെമിഷ് ടൈൽ ഒരു S ഷേപ്ഡ് ടൈലാണ്. അതൊരു പ്രോപ്പർ കവറിങ് തരത്തില്ല, അതുകൊണ്ട് നമ്മൾ ഷെഡിലൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അടുത്താണ് ഗുണ ടൈൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഗുണ ടൈൽ എന്തായാലും കോണിക്കൽ അല്ലെങ്കിൽ ഒരു ഹോളോ ടൈപ്പേർഡ് ടൈൽ. ഗുണ എന്ന് പറയുമ്പോൾ ഒരു ഹോളും കോണിക്കൽ ഷേപ്പൊക്കെ കൊടുക്കണം. കോണിക്കൽ അല്ലെങ്കിൽ ഹോളോ ടൈപ്പേർഡ് ടൈലാണ്. പോട്ടേഴ്സ് വീലിലാണ് നമ്മളിത് മൗൾഡ് ചെയ്തെടുക്കണം. നമ്മൾ പറഞ്ഞു മൗൾഡിങ്ങിൻ്റെ ലൈക്ക് 3 ഇതിൽ ചെയ്യാം. പോട്ടേഴ്സ് വീലിൽ ചെയ്യാം, മെഷീൻ വെച്ച് ചെയ്യാം, വുഡൻ പാറ്റേൺ മെത്തേഡ് ഉണ്ട്. അതിൽ
പോട്ടേഴ്സ് വീൽ വെച്ചിട്ടാണ് ഗുണ ടൈൽ നമ്മൾ മൗൾഡ് ചെയ്തെടുക്കുന്നത്. അടുത്താണ് മാംഗ്ലൂർ ടൈൽ. ഇത് നമ്മൾ കോമൺലി ഇവിടെയൊക്കെ മീൻസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളത് മാംഗ്ലൂർ ടൈലാണ്. മാംഗ്ലൂർ ടൈലിൽ പ്രൊജക്ഷൻസ് ഉണ്ട്. മാംഗ്ലൂർ ടൈലും പ്രൊജക്ഷൻസ് ഉണ്ട് സർഫസിൽ. നമ്മൾ വേറെ ഇവിടെ പറഞ്ഞ അലഹബാദ് ടൈലിൽ പ്രൊജക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഹിപ്പിലും വാലി റീജിയൻസിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അലഹബാദ് ടൈലിൻ്റെ സെയിം ഇത് തന്നെ ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഫോർ കവറിങ് 1 മീറ്റർ സ്ക്വയർ ഏരിയ, 1 മീറ്റർ സ്ക്വയർ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 15 അല്ലെങ്കിൽ 16 മാംഗ്ലൂർ ടൈൽ നമുക്ക് വേണം. 1 മീറ്റർ സ്ക്വയർ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 15 അല്ലെങ്കിൽ 16 മാംഗ്ലൂർ ടൈൽ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ 1 മീറ്റർ സ്ക്വയർ ഏരിയ കവർ ചെയ്യാൻ 15 അല്ലെങ്കിൽ 16 മാംഗ്ലൂർ ടൈൽ നമുക്ക് വേണം. ഇനി ഒരു IS സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. ആസ് പെർ IS 654/1962 വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് ക്ലാസ് എയും ക്ലാസ് എയും. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് ക്ലാസ് എ പറയുന്ന 19%, ക്ലാസ് എ വന്നിട്ട് 24%. അതുപോലെ മിനിമം ആവറേജ് ബ്രേക്കിംഗ് ലോഡ് വന്നിട്ട് ക്ലാസ് എയുടെ 1 കിലോ ന്യൂട്ടണും എയുടെ 0.8 കിലോ ന്യൂട്ടണുമാണ്. അടുത്ത പാൻ ടൈൽ എന്ന് പറഞ്ഞാൽ ഷോർട്ടായിരിക്കും, കേഴ്സ് ഒക്കെ കുറവായിരിക്കും, ആൻഡ് ഹെവി ആയിരിക്കും. ആൻഡ് പോട്ട് ടൈൽ, അടുത്ത ലാസ്റ്റ് വൺ സ്പോട്ട് ടൈൽ. എൻ്റെ വേറെ പേരാണ് ഹാഫ് റൗണ്ട് കൺട്രി ടൈൽ. ഇത് പീക്കുമാണ്. ഇത് ലൈക്ക് സെമി സർക്കുലർ ഇൻ ഷേപ്പാണ്. പോട്ട് എന്ന് പറയുമ്പോൾ പോട്ട് അല്ലെങ്കിൽ ഹാഫ് റൗണ്ട്. അപ്പോൾ ഇത് ലൈക്ക് സെമി സർക്കുലറാണ്. ലോക്കിംഗ് ടൈൽ എന്ന് നമ്മളിവരെ പറയും. അഡ്ജസൻറ്റ് ടൈലുമായിട്ട് ഇത് ഓവർലാപ്പ് ചെയ്യും. എബൌട്ട് ഒരു 80 mm അറ്റ് എഡ്ജസിലൊരു 80 mm ഇത് ലൈക്ക് ഓവർലാപ്പ് ചെയ്യും. പോട്ട് ടൈലിൻ്റെ വേറെ പേരെന്താണ്? ലോക്കിംഗ് ടൈൽ അല്ലെങ്കിൽ ഹാഫ് റൗണ്ട് കൺട്രി ടൈൽ, സെമി സർക്കുലർ ഇൻ ഷേപ്പാണ്. ഇത്രയാണ് ഈ കോമൺ ടൈലിൽ തന്നെ വന്നിട്ടുള്ള റൂഫ് ടൈലിൻ്റെ ടൈപ്സ്. ഇനി അടുത്തത് എൻകോസ്റ്റിക് ടൈലാണ്. എൻകോസ്റ്റിക് ടൈൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡെക്കറേറ്റീവ് പേർപ്പസിന്. ഇതിലേക്ക് 3 ലെയേഴ്സാണുള്ളത്. ഫേസ്, സെൻട്രൽ അല്ലെങ്കിൽ ബോഡി, ദെൻ ബാക്ക്. അതിൽ ഫേസ് എന്ന് പറഞ്ഞാൽ കളറിങ് മാറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. സെൻറ്റർ അല്ലെങ്കിൽ ബോഡി എന്തിനാണ്? സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടും. ബാക്ക് എന്തിനാണ്? വാർപ്പിങ് പ്രിവെൻറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എൻകോസ്റ്റിക് ടൈലിൻ്റെ 3 ലെയേഴ്സാണ്. ആദ്യത്തെ ഫേസ്, സെൻട്രൽ, പിന്നെ ബാക്ക് എന്താണ്? വാർപ്പിംഗ് പ്രിവെൻറ്റ് ചെയ്യും. ഫേസ് എന്താ? കളർ മാറ്റേഴ്സിന് വേണ്ടിയും. ആ സെൻട്രൽ അല്ലെങ്കിൽ ബോഡി പാർട്ടാണ് സ്ട്രെങ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടൈൽ എന്ന് പറഞ്ഞൊരു ക്ലേ പ്രോഡക്റ്റ് ആയിരുന്നു. ഇനി രണ്ടാമത്തെ ക്ലേ പ്രോഡക്റ്റ് ആയത് ടെറാക്കോട്ടയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ ഒരു ബേക്ക്ഡ് എർത്താണ് ഫ്രം ലോക്കൽ ക്ലേയിൽ നിന്ന് കിട്ടുന്ന ഒരു ബേക്ക്ഡ് എർത്ത് എന്നാണ് നമ്മൾ ടെറാക്കോട്ടേനെ പറയുന്നത്. ടൈലിന് എന്തെന്ന് പറഞ്ഞാൽ ബ്രിക്കിൻ്റെ ഒരു തിൻ ഷീറ്റ്, അല്ല ഒരു തിൻ ഷീറ്റ് ഓഫ് ബ്രിക്ക്, തിൻ സ്ലാബ് ഓഫ് ബ്രിക്ക് എന്നാണ് ടൈലിനെ പറഞ്ഞത്. ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ ക്ലേയുടെ ബേക്ക്ഡ് എർത്ത് ഫ്രം ലോക്കൽ ക്ലേയിൽ നിന്ന് കിട്ടുന്ന ഒരു ബേക്ക്ഡ് എർത്താണ് ടെറാക്കോട്ട. ഇതിന് മാനുഫാക്ചറിങ് പ്രോസസ്സ് 4 തന്നെയാണ്. പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, മൗൾഡിങ്, ഡ്രൈയിങ്, ബേണിങ്. ആൻഡ് ഇവിടെ ബേണിങ് നമ്മൾ ചെയ്യുന്ന മഫിൾ ഫർണസിലായിരുന്നു. ടൈലിൽ എവിടെയായിരുന്നു? സിയാൽകോട്ട് കിൻ. ഇവിടെ നമ്മൾ മഫിൾ ഫർണസിലാണ് ബേണിങ് ചെയ്യുന്നത്. ഇവിടെ ടെമ്പറേച്ചർ 1200 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെറാക്കോട്ടയുടെ ടെമ്പറേച്ചർ. ഓക്കെ, ഇനി ടെറാക്കോട്ടയുടെ ടൈപ്സ് ആണ് നോക്കാൻ പോകുന്നത്. പോറസ് ടെറാക്കോട്ടയും ഉണ്ട്, പോളിഷ്ഡ് അല്ലെങ്കിൽ ഫൈൻ അല്ലെങ്കിൽ ഫെയിൻസ് ടെറാക്കോട്ടയും ഉണ്ട്. ഓക്കെ, ആദ്യം പോറസ് ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ സോഡസ്റ്റ് അല്ലെങ്കിൽ ഫൈബേഴ്സ് ആഡ് ചെയ്യും. വെയിറ്റ് കുറവായിരിക്കും, സ്ട്രെങ്ത്തും കുറവായിരിക്കും, പോറസ് അല്ലേ. ആൻഡ് ഹീറ്റ് ആൻഡ് സൗണ്ട് ഇൻസുലേഷനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് പോറസ് ടെറാക്കോട്ട. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ആഡിങ് സോഡസ്റ്റും ഫൈബേഴ്സും. ഇനി പോളിഷ്ഡ് അല്ലെങ്കിൽ ഫൈൻ അല്ലെങ്കിൽ ഫെയിൻസ് ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ നമ്മളിതിലേക്ക് ഓർണമെൻറ്റൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഇനിഷ്യലി ഇതിനൊരു 650 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളിലേക്ക് ബേൺ ചെയ്യും. ഇതിനാണ് നമ്മൾ ബിസ്ക്യൂട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിസ്ക്യൂട്ടിങ് എന്താണെന്ന് ചോദിക്കും. പോളിഷ്ഡ് ടെറാക്കോട്ടേനെ നമ്മൾ ഒരു 650 ഡിഗ്രി സെൽഷ്യസിൽ ബേൺ ചെയ്യുന്ന പ്രോസസ്സിനെ, പോളിഷ്ഡ് ടെറാക്കോട്ടേനെ 650 ഡിഗ്രി സെൽഷ്യസിൽ ബേൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബിസ്ക്യൂട്ടിങ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ഗ്ലേസ്ഡ് ആൻഡ് അഗെയിൻ ബേൺഡ് എന്നിട്ട് അതിനെ നമ്മൾ ഗ്ലേസ് ചെയ്യും. എന്നിട്ട് അതിനെ പിന്നെയും 1200 ഡിഗ്രി സെൽഷ്യസിൽ ബേൺ ചെയ്യും. ഇതിന് സ്ട്രെങ്ത് കൂടുതലായിരിക്കും, സുപ്പീരിയർ ക്വാളിറ്റി ആയിരിക്കും. ഇത്രയാണ് പോളിഷ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേര് നോക്കൂ, പോളിഷ്ഡ്, ഫൈൻ അല്ലെങ്കിൽ ഫെയിൻസ്, FAIENCE. ഓക്കെ, ഇത്രയാണ് ടെറാക്കോട്ടേനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തത് എർത്ത് ആൻഡ് വെയറും സ്റ്റോൺ വെയറും. ഇതിന് രണ്ടിലും കൂടെ നമുക്കിലേക്ക് ഒരു കമ്പാരിസൺ പോലെ പറയാം. എർത്ത് ആൻഡ് വെയർ എന്ന് പറഞ്ഞാൽ ലോക്കൽ ക്ലേ അല്ലെങ്കിൽ സാൻഡ് ആൻഡ് ക്രഷ്ഡ് പോട്ടറി ഇസ് ബേൺഡ് അറ്റ് ലോ ടെമ്പറേച്ചർ.
ലോ ടെമ്പറേച്ചറിൽ നമ്മുടെ ലോക്കൽ ക്ലേയോ സാൻഡ് ആൻഡ് ക്രസ്റ്റഡ് പോട്ടറിനെയൊക്കെ നമ്മൾ ബേൺ ചെയ്യും. ഓക്കെ, ലോക്കൽ ക്ലേനെയും സാൻഡ് ആൻഡ് ക്രഷ്ഡ് പോട്ടറിനെയും നമ്മൾ ലോ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്യുമ്പോഴാണ് നമുക്ക് എർത്ത് ആൻഡ് വെയർ കിട്ടുന്നത്. അപ്പോൾ സ്റ്റോൺ വെയറോ റിഫ്രാക്ടറി ക്ലേയോ അല്ലെങ്കിൽ സ്റ്റോൺ പൗഡറിനെയോ ക്രഷ്ഡ് പോട്ടറിനെ ബേൺ അറ്റ് ഹൈ ടെമ്പറേച്ചറാണ് ഇവിടെ ബേൺ ചെയ്യുന്നത്. എർത്ത് ആൻഡ് വെയറിലാണെങ്കിൽ ലോ ടെമ്പറേച്ചറിലാണ് ബേൺ ചെയ്യുന്നത്. ആൻഡ് സോഫ്റ്റ് ആൻഡ് പോറസ് ആയിരിക്കും എർത്ത് ആൻഡ് വെയർ. സ്റ്റോൺ വെയർ എന്തായിരിക്കും? ഹാർഡ് ആയിരിക്കും, അല്ലെ ഹാർഡ് ആൻഡ് ഇംപേർവിയസ് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും അവർ. ഇനി എർത്ത് ആൻഡ് വെയർ വന്നിട്ട് അവിടെ കെമിക്കൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും, പക്ഷേ സ്റ്റോൺ വെയറിൽ കെമിക്കൽ റെസിസ്റ്റൻസ് ഒക്കെ കൂടുതലായിരിക്കും. ലൈക്ക് സ്റ്റോണും എർത്തും രണ്ടും കൂടെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി നമ്മൾ എർത്ത് ആൻഡ് വെയർ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രെയിൻ പൈപ്പിലും ഇലക്ട്രിക്കൽ കേബിൾ കോൺഡുയിറ്റ്സ് പാർട്ടീഷൻ ബ്ലോക്സിലൊക്കെയാണ്. എന്നാൽ സ്റ്റോൺ വെയർ നമ്മൾ യൂസ് ചെയ്യുന്ന സാനിറ്ററി അപ്ലയൻസസ്, സ്റ്റോറേജ് വെസൽ, സീവർ പൈപ്പ്സ് എന്നൊക്കെയാണ്. ഓക്കെ, ഇത്രയാണ് എർത്ത് ആൻഡ് വെയറും സ്റ്റോൺ വെയറും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ടേമാണ് മജോളിക്ക, MAJOLICA. മജോളിക്ക എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ എർത്ത് ആൻഡ് വെയർ ആണ്, കോട്ടഡ് വിത്ത് ഇനാമൽ കോട്ടിംഗ് ഉള്ള ഒരു ഇറ്റാലിയൻ എർത്ത് ആൻഡ് വെയർ കോട്ടഡ് വിത്ത് ഒരു ഇനാമൽ, അതിനാണ് മജോളിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. അടുത്ത ലാസ്റ്റ് വണ്ണാണ് പോസ്ലിൻ്റെ വേറെ പേരെന്താണ്? വൈറ്റ് വെയർ. ഇത് ലൈക്ക് തിന്നായിരിക്കും, ഫൈനായിരിക്കും, സെമി ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയിരിക്കും. നമ്മൾ മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സാനിറ്ററി അപ്ലയൻസസിനാണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പോസ്ലിൻ അല്ലെങ്കിൽ വൈറ്റ് വെയർ. യൂസ് ഇലക്ട്രിക്കൽ അപ്ലയൻസ്, സ്റ്റോറേജ് വെസൽസ്, ക്രൂസിബിൾസിനൊക്കെ. ഇത് ലൈക്ക് സ്റ്റോൺ വെയർ പോലെ തന്നെയാണ്. പോസ്ലെയിൻ വന്നിട്ട് രണ്ട് കാറ്റഗറിയായിട്ട് പറയുന്നുണ്ട്, ലോ വോൾട്ടേജും ഹൈ വോൾട്ടേജ്. ലോ വോൾട്ടേജ് ഡ്രൈ പ്രോസസ്സിലും ഹൈ വോൾട്ടേജ് വെറ്റ് പ്രോസസ്സിലുമാണ് ചെയ്യുന്നത്. ഇനി ലോ വോൾട്ടേജ് അതായത് ഡ്രൈ പ്രോസസ്സിൽ ചെയ്യുന്നതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ബ്ലോക്സിലാണ് പോസ്ലെയിൻ നമ്മൾ ലോ വോൾട്ടേജിൽ ചെയ്യുന്നത്. ഇനി സ്പാർക്ക് പ്ലഗ്, വാക്യൂം ട്യൂബ്, ഇലക്ട്രോഡ്സിലൊക്കെയാണ് വെറ്റ് പ്രോസസ്സായ ഹൈ വോൾട്ടേജിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയുന്നതെന്ന് വെച്ചാൽ ഗ്ലേസിങ് എന്ന് പറയുന്നൊരു ടേമാണ്. ഗ്ലേസിങ് എന്ന് പറഞ്ഞാൽ ആൻ ഇംപേർവിയസ് ഫിലിം ടു റെസിസ്റ്റ് കെമിക്കൽ അറ്റാക്ക് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇംപേർവിയസ് ഫിലിമിനെയാണ് നമ്മൾ ഗ്ലേസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആ രണ്ട് ടൈപ്പ് ഉണ്ട്. ആദ്യത്തെ ട്രാൻസ്പെറൻറ്റ് ഗ്ലേസിങ്ങും രണ്ടാമത്തെ ഒപ്പേക്ക് ഗ്ലേസിങ്, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേര് ഇനാമൽ. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഗ്ലേസിങ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ടൈപ്പാണ് സോൾട്ട് ഗ്ലേസിങ്. അതിൻ്റെ ടെമ്പറേച്ചർ പഠിക്കുക 1200 മുതൽ 1300 ഡിഗ്രി സെൽഷ്യസ് വരെ. ഒപ്പേക്ക് ഗ്ലേസിങ് അല്ലെങ്കിൽ ഇനാമലിങ്. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. അതായത് ഗ്ലേസിങ്ങിൻ്റെ രണ്ട് ടൈപ്പ്, ട്രാൻസ്പെറൻറ്റ് ഗ്ലേസിംഗ് ഉണ്ട്, ഒപ്പേക്ക് ഗ്ലേസിംഗ് ഉണ്ട്. ട്രാൻസ്പെറൻറ്റ് ഗ്ലേസിങ്ങിൽ വരുന്നതാണ് സോൾട്ട് ഗ്ലേസിങ്. അതിൻ്റെ ടെമ്പറേച്ചർ 1200 മുതൽ 1300 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇനി അടുത്തത്, അപ്പോൾ ക്ലേ പ്രോഡക്റ്റ്സ് കഴിഞ്ഞു. അടുത്താണ് റിഫ്രാക്ടറി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അതിന് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതിൽ 3 ടൈപ്പ് ഉണ്ട്. ആസിഡ് റിഫ്രാക്ടറി മെറ്റീരിയൽസ് ഉണ്ട്, ബേസിക് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്. ആസിഡ് റിഫ്രാക്ടറി മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിളാണ് ഫയർ ക്ലേ, സിലിക്ക, ക്വാർട്സ് ഒക്കെ. ഓക്കെ, ബേസിക്കിൽ വരുന്ന മഗ്നീഷ്യ ഡോളോമൈറ്റ് ഒക്കെയാണ്. ന്യൂട്രൽ ചെയ്ത ബോക്സൈറ്റ്, കാർബൺ, ക്രോമൈറ്റ്, ഫോറസ്. അടുത്ത ഒരു ടേമാണ് സെർമെറ്റ്, CERMET. അതൊരു റിഫ്രാക്ടറി മെറ്റീരിയലിൻ്റെ എക്സാമ്പിളാണ് സെർമെറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൽ 80% ക്ലേയും 20% മെറ്റലും ഉണ്ട്. ഓക്കെ, അതാണ് സെർമെറ്റ്. അപ്പോൾ റിഫ്രാക്ടറി മെറ്റീരിയൽസ് കഴിഞ്ഞു. ഈ ലൈക്ക് നമുക്ക് ഫൈനലായിട്ട് നോക്കാനുള്ള ഓക്കെ, അതിന് മുന്നൊരു സംഭവമുണ്ട്. ഫോർമുല ഫോർ ഫൈൻഡിങ് മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് ടൈലിൻ്റെ മോഡുലസ് ഓഫ് റപ്ചർ ആണുള്ള ഫോർമുല 3/2 WL/BH². ഓക്കെ, ഇനി ഫോർമുല ഫോർ ബ്രേക്കിംഗ് സ്ട്രെങ്ത്തിനും ഉണ്ട്, മോഡുലസ് ഓഫ് റപ്ചറിനും ഉണ്ട് ഫോർമുല. മോഡുലസ് ഓഫ് റപ്ചറിൻ്റെ ഫോർമുലയാണ് 3/2 WL/BH². ഇനി ബ്രേക്കിംഗ് സ്ട്രെങ്ത് ആണെങ്കിൽ WL/BU. അപ്പോൾ ഇത്രയാണ് ആ ഒരു പോർഷനിലുള്ള. ഇനി അടുത്ത ഫൈനൽ പോർഷനാണ് ഗ്ലാസ്സിൻ്റെ കുറച്ച് അധികം കാര്യങ്ങൾ നോക്കാനുണ്ട്. ഗ്ലാസ് നമുക്ക് നോക്കാനുള്ളത് തന്നെ ആദ്യം ഇൻട്രോ പറയാനുണ്ട്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്ലാസ്, അത് കഴിഞ്ഞിട്ട് മാനുഫാക്ചറിങ് ഓഫ് ഗ്ലാസ്. ഓക്കെ, അപ്പോൾ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു അമോർഫസ് മെറ്റീരിയലാണ്. അതിൽ മെയിൻലി ഉള്ളത് മെറ്റാലിക് സിലിക്കേറ്റ്സ് ആണ്. അപ്പോൾ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു അമോർഫസ് മെറ്റീരിയലാണ്. മെയിൻലി കൺസിസ്റ്റ് ഓഫ് മെറ്റാലിക് സിലിക്കേറ്റ്സ് ആണ് ഒരു അമോർഫസ് മെറ്റീരിയലാണ് ഗ്ലാസ്. ഇതിൻ്റെ ഡെൻസിറ്റി വന്നിട്ട് 24.3 kN/m². 24.3 kN/m³ ആണ് ഇതിൻ്റെ ഡെൻസിറ്റി. ആൻഡ് ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വന്നിട്ട് 1400 ഡിഗ്രി സെൽഷ്യസ് ടു 1500 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ചോദിക്കട്ടെ, ടെറാക്കോട്ടേൻ്റെ ടെമ്പറേച്ചർ എത്രയായിരുന്നു? 1200 ഡിഗ്രി സെൽഷ്യസ്. ടൈലിൻ്റെയോ 1300 ഡിഗ്രി സെൽഷ്യസ്.
അപ്പോൾ ഇവിടെ ഗ്ലാസിൻ്റെ ഡെൻസിറ്റി എന്നാൽ 24.3 kN per meter ക്യൂബും മെൽറ്റിംഗ് പോയിൻറ്റ് 1400 മുതൽ 1500. ഈ 1400 മുതൽ 1500 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വേർഡ് സംഭവം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? റോട്ടറി കിങ് സിമെൻറ്റ് മാനുഫാക്ചറിങ്ങില്ല. അതിൽ റോട്ടറിൻ്റെ ടെമ്പറേച്ചറും 1400 മുതൽ 1500 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്ലാസ്സിലോട്ടാണ്. ഇവിടെ നമുക്ക് ലൈക്ക് അതർ നെയിംസ് ഉണ്ട്, അതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസിൽ പോകും. അതായത് മാനുഫാക്ചറിങ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് മാനുഫാക്ചറിങ് ഓഫ് ഗ്ലാസ് പോകും. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗ്ലാസ് എടുക്കും. പിന്നെ സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ് ഗ്ലാസ് അത്രയാകുമ്പോൾ പിന്നെ കോമ്പോസിഷൻ ഓഫ് ഗ്ലാസ് വരുമ്പോൾ ചാപ്റ്റർ കഴിയും. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്ലാസ്സിൽ നമുക്കൊരു 5 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആദ്യത്തത് സോഡ ലൈം ഗ്ലാസ്. സോഡ ലൈം ഗ്ലാസിൻ്റെ അതർ നെയിം എന്ന് പറഞ്ഞാൽ സോഡ ഗ്ലാസ്, സോഫ്റ്റ് ഗ്ലാസ് അല്ലെങ്കിൽ കമേർഷ്യൽ ഗ്ലാസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ സോഡ ലൈം ഗ്ലാസ് അവിടെ നിന്ന് തന്നെ ഒരു വെറൈറ്റി സോഡ ഗ്ലാസ്. ആൻഡ് സോഡ ലൈക്ക് ഇവർ സോഫ്റ്റാണ്, അപ്പോൾ സോഫ്റ്റ് ഗ്ലാസ്. പിന്നെ കമേർഷ്യൽ ഗ്ലാസ് ആദ്യം പഠിക്കുന്നത് നമ്മൾ കമേർഷ്യൽ ഗ്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് കാൽഷ്യം സിലിക്കേറ്റ്. ഇവിടെ ലൈക്ക് സോഡ ലൈം ഗ്ലാസ് പേര് തന്നെ ഉണ്ട്. അപ്പോൾ സോഡിയം സിലിക്കേറ്റും ഉണ്ട്, അതുപോലെ തന്നെ കാൽഷ്യം സിലിക്കേറ്റ്. സോഡിയം വരുമ്പോൾ കാൽഷ്യവും വരും. ഓക്കെ, അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് കാൽഷ്യം സിലിക്കേറ്റ്. ഇനി ഫ്യൂസസ് അറ്റ് എ ലോ ടെമ്പറേച്ചർ, വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഫ്യൂസ് ആവും. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ക്ലീൻ ആൻഡ് ക്ലിയർ സ്റ്റേറ്റ്. ഒരു ക്ലീൻ ആൻഡ് ക്ലിയർ സ്റ്റേറ്റിലായിരിക്കും നമുക്ക് സോഡ ലൈം ഗ്ലാസ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ട്യൂബ് ഉണ്ടല്ലോ, അതുപോലെ പ്ലേറ്റ് ഗ്ലാസ്സസ്, വിൻഡോ ഗ്ലാസ്സസിലൊക്കെ നമ്മൾ ഈ സോഡ ലൈം ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. സോഡ ലൈം ഗ്ലാസിൻ്റെ വേറെ പേര് സോഡ ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് അല്ലെങ്കിൽ കമേർഷ്യൽ ഗ്ലാസ്. ഇവർ ലൈക്ക് എന്തായിരിക്കും, ഒരു വളരെ ചെറിയ ലോ ടെമ്പറേച്ചറിൽ ഫ്യൂസ് ആവും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് കാൽഷ്യം സിലിക്കേറ്റ്. ആൻഡ് ഇത് അവൈലബിൾ ക്ലീൻ ആൻഡ് ക്ലിയർ സ്റ്റേറ്റിൽ കിട്ടും. വിൻഡോ ഗ്ലാസ്സിലൊക്കെ നമ്മൾ ഈ സോഡ ലൈം ഗ്ലാസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് പൊട്ടാഷ് ലൈം ഗ്ലാസ്. അത് ഹാർഡ് ഗ്ലാസ് ആണ്, വേറെ പേരാണ് ഹാർഡ് ഗ്ലാസ്. ബൊഹീമിയൻ ഗ്ലാസ് എന്ന് പറയും. ബൊഹീമിയൻ ഗ്ലാസ് എന്ന് കേട്ടില്ലേ, അത് ഇതാണ് പൊട്ടാഷ് ലൈം ഗ്ലാസ്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇവിടെ ലൈക്ക് പൊട്ടാഷ്യം സിലിക്കേറ്റും ഉണ്ട്, കാൽഷ്യം സിലിക്കേറ്റും ഉണ്ട്. അവിടെ എന്തായിരുന്നു? സോഡിയം സിലിക്കേറ്റും കാൽഷ്യം സിലിക്കേറ്റ്. ഇവിടെ പൊട്ടാഷ് ലൈം ഗ്ലാസ്സിൽ പൊട്ടാഷ്യം സിലിക്കേറ്റും കാൽഷ്യം സിലിക്കേറ്റ് കോമൺ ആണ്. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ഹീറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ കമ്പഷൻ ട്യൂബ് ഉണ്ടല്ലോ, കമ്പഷൻ ട്യൂബിലാണ് പൊട്ടാഷ് ലൈം ഗ്ലാസ് യൂസ് ചെയ്യുന്നത്, കമ്പഷൻ ട്യൂബ്. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് പൊട്ടാഷ് ലെഡ് ഗ്ലാസ്. അതിൻ്റെ വേറെ പേരാണ് ഫ്ലിൻറ്റ് ഗ്ലാസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് പൊട്ടാഷ്യം സിലിക്കേറ്റും അതുപോലെ തന്നെ ലെഡ് സിലിക്കേറ്റ്. പൊട്ടാഷ്യം സിലിക്കേറ്റും ലെഡ് സിലിക്കേറ്റും കൺസിസ്റ്റ് ചെയ്യും. ഹാസ് ബ്രൈറ്റ് ലസ്റ്റർ, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ലസ്റ്റർ ഉണ്ട്. ആൻഡ് ഇവരുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 3 to 3.3 ആണ്. ആൻഡ് ഇതിൻ്റെ യൂസ് PYQ ആണ്. ആർട്ടിഫിഷ്യൽ ജംസ് ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ജംസ്, ലെൻസ്, പ്രിസം, ബൾബ്, ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ലെൻസിലും പ്രിസത്തിലും ബൾബിലും ഒക്കെ യൂസ് ചെയ്യുന്ന പൊട്ടാഷ് ലെഡ് ഗ്ലാസ്. പൊട്ടാഷ്യം സിലിക്കേറ്റും ലെഡ് സിലിക്കേറ്റും ഉണ്ട്. അതിൽ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ലസ്റ്ററാണ്. ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി 3 to 3.5 ആണ്. ഇറ്റ് ടെമ്പററി ഡാർക്കൻസ് വെൻ എക്സ്പോസ് ടു ഫർണസ് ഗ്യാസസ്. ഓക്കെ, ഫർണസ് ഗ്യാസസുമായിട്ട് ഇത് എക്സ്പോസ് ആകുമ്പോൾ ടെമ്പററിലി ഡാർക്കൻ ചെയ്യും. ഓക്കെ, ടെമ്പററി ഡാർക്കൻസ്. ഓക്കെ, ഈ പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ടെമ്പററി ആയിട്ട് ഡാർക്കൻ കളറാവും അവർ ഫർണസ് ഗ്യാസസ് ആയിട്ടൊക്കെ കോൺടാക്ട് വരുമ്പോൾ, എക്സ്പോസ്ഡ് ആകുമ്പോൾ. അപ്പം 3 ടൈപ്പ് കഴിഞ്ഞു. സോഡ ലൈം ഗ്ലാസ് കഴിഞ്ഞു, പൊട്ടാഷ് ലൈം ഗ്ലാസ് കഴിഞ്ഞു, പൊട്ടാഷ് ലെഡ് ഗ്ലാസ് കഴിഞ്ഞു. അടുത്ത ബോട്ടിൽ ഗ്ലാസിൻ്റെ വേറെ പേര്, അതായത് കോമൺ ഗ്ലാസ് ആണ് ബോട്ടിൽ ഗ്ലാസ് അല്ലെങ്കിൽ കോമൺ ഗ്ലാസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇവിടെ ലൈക്ക് സോഡിയം സിലിക്കേറ്റ് ഉണ്ട്, കാൽഷ്യം സിലിക്കേറ്റ് ഉണ്ട്, ആൻഡ് ഇവിടെ അയൺ സിലിക്കേറ്റൂടെ വരും. അതായത് സോഡ ലൈം ഗ്ലാസ്സിലുണ്ടായിരുന്നതിൻ്റെ കൂടെ അയൺ സിലിക്കേറ്റൂടെ വരും. സോഡിയം സിലിക്കേറ്റ്, കാൽഷ്യം സിലിക്കേറ്റ്, പിന്നെ അയൺ സിലിക്കേറ്റൂടെ വരും. ഡിഫറെൻറ്റ് കളേഴ്സ്, പല കളറിൽ കിട്ടും. യൂസ്ഡ് ഇൻ മെഡിസിൻ ബോട്ടിൽസിലാണ് നമ്മൾ ബോട്ടിൽ ഗ്ലാസ് അല്ലെങ്കിൽ കോമൺ ഗ്ലാസ് അല്ലെങ്കിൽ ബോട്ടിൽ ഗ്ലാസ് നമ്മൾ മെഡിസിൻ ബോട്ടിൽസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് അപ്പോൾ അയൺ സിലിക്കേറ്റ് ആണ് എക്സ്ട്രാ ഉള്ളത്. ഓക്കെ, അടുത്ത ബോറോസിലിക്കേറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ പൈറക്സ് ഗ്ലാസ്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ പൈറക്സ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു 3 മുതൽ 13% ബോറിക് ഓക്സൈഡും കാണും, 70 മുതൽ 80% സിലിക്കയും കാണും.
ബോറിക് ഓക്സൈഡ് 3 മുതൽ 13, 70 മുതൽ 80% സിലിക്കയും കാണും. എലോങ് വിത്ത് ആൽക്കലി ആൻഡ് അലൂമിനിയം ഓക്സൈഡ്, ആൽക്കലി അലൂമിനിയം ഓക്സൈഡ് കാണും. എക്സലൻറ്റ് തെർമൽ ആൻഡ് കെമിക്കൽ റെസിസ്റ്റൻസ് ഉണ്ട്. ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ എന്താ പൈറക്സ് ഗ്ലാസ്. തെർമൽ ആൻഡ് കെമിക്കൽ റെസിസ്റ്റൻസ് ഉണ്ട്. ലബോറട്ടറി അപ്പാർട്ടസിലും കെമിക്കൽ ഇൻഡസ്ട്രീസിലും ഷിപ്പിൽ ഹെൽമെറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ പൈറക്സ് ഗ്ലാസ് ആണ്. ഓക്കെ, ഇതാണ് 5 ടൈപ്പ് ഗ്ലാസ്. ഇനി അടുത്ത ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ്. ആദ്യം എന്ത് ചെയ്യും? കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യും. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ബാച്ച്, പിന്നെ മെൽറ്റിംഗ് ഇൻ ഫർണസ്, പിന്നെ ഫാബ്രിക്കേഷൻ, പിന്നെ അനീലിംഗ്. ഓക്കെ, കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽ, പ്രിപ്പറേഷൻ ഓഫ് ബാച്ച്, മെൽറ്റിംഗ് ഇൻ ഫർണസ്, fabrication annealing, collection of raw material, preparation in batch, melting in furnace, fabrication annealing. അപ്പോൾ collection of materials എന്ന് പറഞ്ഞാൽ raw materials along with cullettes. raw material എന്ന് പറയുമ്പോൾ സാൻഡും വാട്ടറും സോഡിയം കാൽഷ്യം ഒക്കെയാണ്. cullettes എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ഗ്ലാസ് പീസ്. ഓക്കെ, cullettes എന്താണെന്ന് ചോദിക്കാം. ബ്രോക്കൺ ഗ്ലാസ് പീസ് ആണ് cullettes, CULLETS. അപ്പോൾ raw materials ബ്രോക്കൺ ഗ്ലാസ് പീസ് അത് cullettsഉം ആൻഡ് ഡീകളറൈസേഴ്സ് ആർ ടേക്കൺ. ഇതിനെ ഒക്കെ എടുക്കും. ഓക്കെ, എക്സാമ്പിൾ ഓഫ് കളറൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ആൻറ്റിമണി ഓക്സൈഡ്, ആർസനിക് ഓക്സൈഡ്, കൊബാൾട്ട് ഓക്സൈഡ്, നിക്കൽ ഓക്സൈഡ്, മാംഗനീസ് ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ ആദ്യം ഇതെല്ലാം എടുത്തു. ഇനി പ്രിപ്പറേഷൻ ഓഫ് ബാച്ച് അല്ലെങ്കിൽ ഫ്രിറ്റ്. ബാച്ച് ഓർ ഫ്രിറ്റ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ. ഓക്കെ, ബാച്ച് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് റോ മെറ്റീരിയൽ ഫ്രിറ്റ്. ഇവിടെ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയലിൻ്റെ ഒരു യൂണിഫോം മിക്സിനാണ് നമ്മൾ ലൈക്ക് ബാച്ച് അല്ലെങ്കിൽ ഫ്രിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ എടുത്ത റോ മെറ്റീരിയൽസിന് നമ്മളൊന്ന് യൂണിഫോം ആയിട്ടൊന്ന് മിക്സ് ചെയ്യും. അതാണ് ഈ പ്രിപ്പറേഷൻ ഓഫ് ബാച്ച് അല്ലെങ്കിൽ ഫ്രിറ്റ്. ഇനി അടുത്ത മൂന്നാമത്തെയാണ് മെൽറ്റിംഗ് ഇൻ ഫർണസ്. മെൽറ്റിംഗ് ഇൻ ഫർണസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഫർണസ് ഉണ്ട്. പോട്ട് ഫർണസും ഉണ്ട്, ടാങ്ക് ഫർണസും ഉണ്ട്. പോട്ട് ഫർണസ് എന്ന് പറഞ്ഞാൽ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷനാണ് പോട്ട് ഫർണസ് യൂസ് ചെയ്യുന്നത്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണെങ്കിൽ നമ്മൾ ടാങ്ക് ഫർണസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ദ ഫ്ലോട്ടിംഗ് ഇമ്പ്യൂരിറ്റീസ് അറ്റ് ദ ടോപ്പ് ഓഫ് ടാങ്ക് ഫർണസ്. ഈ നമ്മുടെ ടാങ്ക് ഫർണസിൻ്റെ ടോപ്പിലായിട്ട് വരുന്ന ഈ ഫ്ലോട്ടിംഗ് ഇമ്പ്യൂരിറ്റീസ് ആണെങ്കിൽ അതിന് നമ്മൾ GLLS എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് മെൽറ്റിങ്ങിൽ നടക്കുന്നത്. മെൽറ്റിങ്ങിൽ ലൈക്ക് പോട്ട് ഫർണസും ഉണ്ട്. മെൽറ്റിംഗ് ഇൻ ഫർണസിൽ 2 ഫർണസ്, പോട്ടും ഉണ്ട്, ടാങ്കും ഉണ്ട്. ടാങ്കിൻ്റെ മുകളിൽ ലൈക്ക് ഫ്ലോട്ട് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസിന് നമ്മൾ ഗൾസ് എന്ന് പറയും, GLLS. അടുത്തത് എലിമെൻറ്റ് നോക്കട്ടെ. കളക്ട്സ് എന്തായിരുന്നു? ബ്രോക്കൺ ഗ്ലാസ് പീസ്. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ സ്റ്റേജ് എന്താണ്? ഫാബ്രിക്കേഷനിലേക്ക് 6 സംഭവങ്ങളാണ് നടക്കുന്നുണ്ട്. ആദ്യത്തെ ബ്ലോയിങ്. ഒരു ഹോളോ ട്യൂബ്, ഒരു 12 mm ഡയമീറ്റർ ഉള്ള ഹോളോ ട്യൂബും 12 mm ഡയമീറ്ററും 1.8 മീറ്റർ ലെങ്ത്തും ഉള്ളൊരു ഹോളോ ട്യൂബ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ബ്ലോയിങ് ചെയ്യുന്നത്. പിന്നെ കാസ്റ്റിംഗ് ചെയ്യും, പിന്നെ ഡ്രോയിങ് ചെയ്യും, പിന്നെ പ്രസ്സിങ് ചെയ്യും, പിന്നെ റോളിങ് ചെയ്യും, സ്പിന്നിങ് ചെയ്യും. അതായത് ബൗളിങ്. ഒരു ഹോളോ ട്യൂബ് ഓഫ് ഡയമീറ്റർ 12 mm and 1.8 മീറ്റർ ലെങ്ത് ഇസ് യൂസ്ഡ്. അത് ഉപയോഗിച്ച് ബ്ലോയിങ് ചെയ്തിട്ട് കാസ്റ്റിംഗ് ചെയ്യും, ഡ്രോയിങ് ചെയ്യും. എന്നിട്ട് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഷീറ്റായിട്ട് ഗ്ലാസ് ഫോം ചെയ്യും. അതിനാണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. എന്നിട്ട് ലൈക്ക് പ്രസ്സിങ് ചെയ്യും, ചെയ്യത്തില്ല, അത് പ്രസ്സിങ്. അത് കഴിഞ്ഞ് റോളിങ് ചെയ്യും, സ്പിന്നിങ് ചെയ്യും. അപ്പോൾ തിൻ ഗ്ലാസ് ഫൈബേഴ്സ് ആർ ഒബ്റ്റെയിൻ. സ്പിന്നിങ് ചെയ്യുമ്പോൾ തിൻ ഗ്ലാസ് ഫൈബേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ലാസ്റ്റ് പ്രോസസ്സാണ്. അപ്പോൾ ഈ ഫാബ്രിക്കേഷൻ എന്ന പ്രോസസ്സ് ചോദിക്കാം. ബ്ലോയിങ് ഉണ്ട്, കാസ്റ്റിംഗ് ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്, പ്രസ്സിങ് ഉണ്ട്, റോളിങ് ഉണ്ട്, സ്പിന്നിങ് ഉണ്ട്. റോളിങ്, സ്പിന്നിങ്, പ്രസ്സിങ്, ഡ്രോയിങ്, കാസ്റ്റിംഗ്, ബോളിങ്. ഇനി അടുത്ത അനീലിംഗ്. അനീലിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് സ്ലോ ആൻഡ് ഹോമോജീനിയസ് കൂളിംഗ് ഓഫ് ഗ്ലാസ്. ഇപ്പോൾ നമ്മൾ കിട്ടിയ ക്ലാസ്സിൽ നമുക്ക് ഹോമോജീനിയസ് ആൻഡ് സ്ലോ ആയിട്ട് കൂൾ ചെയ്യുന്ന പ്രോസസ്സാണ് അനീലിംഗ് എന്ന് പറഞ്ഞാൽ മതി. 2 ടൈപ്പ് ഉണ്ട്. ഓവൻ ട്രീറ്റ്മെൻറ്റും ഉണ്ട്, ഫ്ലൂ ട്രീറ്റ്മെൻറ്റ്. ഓവൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ സ്കെയിൽ കൂളിംഗ് ആണെങ്കിൽ ഓവൻ ട്രീറ്റ്മെൻറ്റ്, ലാർജ് സ്കെയിൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ ലാർജ് സ്കെയിൽ കൂളിംഗ് ആണെങ്കിൽ ഫ്ലൂ ട്രീറ്റ്മെൻറ്റും ചെയ്യും. ഓക്കെ, ഇതാണ് 2 ടൈപ്പ് ഓഫ് ലൈക്ക് കൂളിങ്ങിൻ്റെ 2 ടൈപ്പാണ്, ഓവൻ ട്രീറ്റ്മെൻറ്റും ഫ്ലൂ ട്രീറ്റ്മെൻറ്റ്. ഇനി അടുത്ത ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗ്ലാസിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഒരു 4 ട്രീറ്റ്മെൻറ്റ്സ് പറയുന്നുണ്ട്. ആദ്യത്തെ ബെൻഡിങ്, രണ്ടാമത്തെ ബെൻഡ് ചെയ്യുന്നതിന് കട്ടിങ്. ഡയമണ്ട് അല്ലെങ്കിൽ ഹാർഡ് സ്റ്റീൽ ഉപയോഗിച്ച് നമുക്ക് ഗ്ലാസിനെ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒപ്പേക്ക് മേക്കിംഗ് ബൈ യൂസിങ് എമരി പേപ്പർ ഓർ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് അല്ലെങ്കിൽ എമരി പേപ്പർ യൂസ് ചെയ്തിട്ട് ഒപ്പേക്ക് മേക്കിംഗ്. ഒപ്പേക്കായിട്ട് നമ്മുടെ കണ്ണാടിയുടെ ബാക്കിലൊരു ഒപ്പേക്ക് ആയിട്ടൊരു മെറ്റീരിയൽ ഒട്ടിക്കുമ്പോൾ കിട്ടത്തില്ല, അത് നമ്മൾ ഉപയോഗിച്ചാണെങ്കിൽ എമരി പേപ്പർ ഒട്ടിക്കും, അല്ലെങ്കിൽ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് യൂസ് ചെയ്യും ഒപ്പേക്ക് മേക്കിങ്ങിന്. അടുത്ത സിൽവറിങ്. ഗ്ലാസ് ഈസ് പ്ലേസ്ഡ് ത്രൂ മോൾട്ടൺ ടിൻ ആൻഡ് ദെൻ ഡെപ്പോസിഷൻ ഓഫ് സിൽവർ ഓൺ ഇറ്റ് സർഫസ്. ഗ്ലാസ്സിന് നമ്മളൊരു മോൾട്ടൺ ടിന്നിൽ വെക്കും, എന്നിട്ട് നമ്മൾ സിൽവറിനെ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യും ഇതിൻ്റെ സർഫസ്. അതിനാണ് സിൽവറിങ് എന്ന് പറയുന്നത്. അപ്പോൾ 4 പ്രോസസ്സ് പഠിച്ചു. ട്രീറ്റ്മെൻറ്റ്, ബെൻഡിങ്, കട്ടിങ്, ഒപ്പേക്ക് മേക്കിങ്ങും സിൽവറിങ്ങും. സിൽവറിങ് നമ്മൾ മോൾട്ടൺ ടിന്നിൻ്റെ പുറത്ത് വെച്ച് സിൽവർ ഡെപ്പോസിറ്റ്സ്
ആ സർഫസിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, അടുത്തത് സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ് ഗ്ലാസ്. ഒരു 23 സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ് ഗ്ലാസ് ഉണ്ട്. ആദ്യത്തെ ആൽക്കലി ബേരിയം സിലിക്കേറ്റ് ഗ്ലാസ്. ആൽക്കലി ബേരിയം സിലിക്കേറ്റ് ഗ്ലാസ് നമ്മൾ ടി വിയിലാണ് യൂസ് ചെയ്യുന്നത്. ആൽക്കലി ബേരിയം സിലിക്കേറ്റ് ഗ്ലാസ് ടി വിയിലാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് അലുമിനോ സിലിക്കേറ്റ് ഗ്ലാസ്. കംപ്രഷൻ ട്യൂബ്, റിയാക്ടേഴ്സ്, ബോയിലേഴ്സിലൊക്കെയാണ് അലുമിനോ സിലിക്കേറ്റ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. ഇനി ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്, ഇത് പീക്കാണ്. ഹൈ സ്ട്രെങ്ത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വിനൈൽ റെസിൻ പ്ലാസ്റ്റിക് ഇസ് എംബഡഡ് ഇൻ ബിറ്റ്വീൻ 2 പ്ലേറ്റ് ഗ്ലാസസ്. 2 പ്ലേറ്റ് ഗ്ലാസസിനിടയിൽ ബുള്ളറ്റ് പ്രൂഫ് അല്ലേ, അപ്പോൾ ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വിനൈൽ റെസിൻ പ്ലാസ്റ്റിക് ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വിനൈൽ റെസിൻ പ്ലാസ്റ്റിക്കിനെ നമ്മൾ എംബഡ് ചെയ്യും 2 പ്ലേറ്റ് ഗ്ലാസിനിടയ്ക്ക്. അതാണ് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്. ഓക്കെ, അടുത്ത ഫൈബർ ഗ്ലാസ്. സ്പിന്നിങ് പ്രോസസ്സ് വഴിയാണ് ഫൈബർ ഗ്ലാസ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. തിൻ ഗ്ലാസ് ഫൈബേഴ്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ സ്പിന്നിങ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഫൈബർ ഗ്ലാസ് സ്പിന്നിങ് പ്രോസസ്സ് വഴിയാണ് കിട്ടുന്നത്. ഷോക്ക് പ്രൂഫാണ് ഇവർ, ഫയർ പ്രൂഫാണ്, ആസിഡ് ആൻഡ് വാട്ടർ പ്രൂഫാണ്. നമ്മളിത് ഫൈബർ ഗ്ലാസ് ആണ് എൻഡോസ്കോപ്പിക്കും കമ്മ്യൂണിക്കേഷൻ. എൻഡോസ്കോപ്പിക് യൂസ് ചെയ്യുന്ന ഫൈബർ ഗ്ലാസ് ആണ് കേട്ടോ. അടുത്തത് പ്ലേറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഫ്ലോട്ട് ഗ്ലാസ്. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഈ പ്ലേറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഫ്ലോട്ട് ഗ്ലാസ് ആണ് കേട്ടോ. Molten glass from the furnace is made to flow in molten tin. Residential building, commercial building, furnitures, energy efficient and self-cleaning glass are special varieties of plate glass. അടുത്ത foam glass. Foam glass important ആണ്. The glass which can float in water and can be cut like a wood. ഫോം ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൽ നമുക്ക് നൈഫ് യൂസ് ലൈക്ക് വുഡിനെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാൻ പറ്റും. ഫോം ഗ്ലാസ് കേട്ടോ. ഇറ്റ് ഈസ് ഫോം ബൈ മെൽറ്റിംഗ് ഓഫ് ദ ഗ്ലാസ് അലോങ് വിത്ത് കാർബൺ മെൽറ്റിംഗ്. ഗ്ലാസ് മെൽറ്റ് ചെയ്യും, കാർബണിൻ്റെ കൂടെ ഗ്ലാസ് മെൽറ്റ് ചെയ്താണ് ഇതുണ്ടാവുന്നത് ഫോം ഗ്ലാസ്. അടുത്ത ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട് അതിന്. എ സിയിലും റെഫ്രിജറേറ്റേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം ഗ്ലാസ് ആണ്. എ സിയിലും റെഫ്രിജറേറ്ററിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 6 ആയപ്പോൾ നമ്മുടെ പറയാം. ആൽക്കലി ബേരിയം സിലിക്കേറ്റ് ഗ്ലാസ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടി വിയിൽ. അലൂമിനിയം സിലിക്കേറ്റ് ഗ്ലാസോ കംപ്രഷൻ ട്യൂബിലും റിയാക്ടേഴ്സിലൊക്കെയാണ്. ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്സിൽ എന്താണ്? 2 ഗ്ലാസ്സിന് ഇടയിൽ നമ്മൾ ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വിനൈൽ റെസിൻ പ്ലാസ്റ്റിക് നമ്മൾ എംബഡ് ചെയ്യും. ഫൈബർ ഗ്ലാസ് എന്തുമായിരുന്നു? ഫൈബർ ഗ്ലാസ് നമ്മൾ എൻഡോസ്കോപ്പിയിലൊക്കെ ഫൈബർ ഗ്ലാസ് ആണെന്ന് പറഞ്ഞു. അത് ലൈക്ക് സ്പിന്നിങ് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈബർ ഗ്ലാസ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഷോക്ക് പ്രൂഫാണ്, ഫയർ പ്രൂഫാണ്, ആസിഡ് ആൻഡ് വാട്ടർ പ്രൂഫാണ്. അത് കഴിഞ്ഞ് പ്ലേറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഫ്ലോട്ട് ഗ്ലാസ് പറഞ്ഞു, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണത്. അടുത്ത ഫോം ഗ്ലാസ് പറഞ്ഞു നമുക്ക് വുഡിനകത്ത് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ആൻഡ് ഇവർ ലൈക്ക് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഗ്ലാസ്സിനെ മെൽറ്റ് ചെയ്ത് അലോങ് വിത്ത് കാർബൺ അങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. എ സിയിലെ റെഫ്രിജറേറ്റേഴ്സിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്ത ഹീറ്റ് എക്സ്ക്ലൂഡിങ് ഗ്ലാസ്. അതായത് ഈ ഗ്ലാസ് ഹീറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. ഓക്കെ, വിഷൻ ആൻഡ് ലൈറ്റ് നോട്ട് ഒബ്സ്ട്രക്റ്റഡ്. വിഷൻ ആൻഡ് ലൈറ്റ് ഒന്നും ഒബ്സ്ട്രക്റ്റഡ് ആകത്തില്ല. റെയിൽവേ കോച്ചസിലും ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സിലൊക്കെ ഇതുണ്ട് കേട്ടോ. അടുത്ത ലെഡ് ക്രിസ്റ്റൽ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇത് സ്പാർക്കിൾ ചെയ്യും, സ്പാർക്കിൾ മീനും. ഓക്കെ, ലെഡ് ക്രിസ്റ്റൽ ഗ്ലാസ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. എക്സ്പെൻസീവ് ഗ്ലാസ് വിയേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ ലെഡ് ക്രിസ്റ്റൽ ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഒബ്സ്ക്യൂർഡ് ഓർ പേറ്റേൺഡ് ഗ്ലാസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്സ്ക്യൂർഡ്, വിഷൻ ഈസ് ഒബ്സ്ട്രക്റ്റഡ് ബട്ട് ഇറ്റ് അലൗസ് ലൈറ്റ് ടു പാസ് ത്രൂ ഇറ്റ്. വിഷൻ ഒബ്സ്ട്രക്ട് ചെയ്യും പക്ഷേ ലൈറ്റ് അതിൽ കൂടെ പാസ് ചെയ്യും. അതായത് ഒബ്സ്ക്യൂർഡ്, OBSCURED ഓർ പേറ്റേൺഡ്, PATTERNED. ലൈക്ക് വിഷൻ ഒബ്സ്ട്രക്ട് ചെയ്യും, ലൈറ്റ് പക്ഷേ പാസ് ചെയ്ത് പോകും. അതാണ് ഒബ്സ്ക്യൂർഡ്, പേറ്റേൺഡ്. അടുത്ത ഒപ്റ്റിക്കൽ ഗ്ലാസ്. ഒപ്റ്റിക്കൽ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെക്ടക്കിൾസിൽ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഗ്ലാസ് ആണ്. സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ ഒപ്റ്റിക്കൽ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത പെർഫോറേറ്റഡ് ഗ്ലാസ്. വെന്റിലേറ്റേഴ്സിൽ ഫോർ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എയർ, വെന്റിലേറ്റേഴ്സിലാണ് യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എയറിന് വേണ്ടി. അടുത്ത ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസ്. മറ്റൊക്കെ നമുക്ക് പേരിന്ന് എടുക്കാം, മനസ്സിലാവും. ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോക്രോമാറ്റിക് സൺഷീൽഡ് യൂസ്ഡ് സൺഷീൽഡ് ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സിൽവർ ബ്രോമൈഡ് ഇതിൽ പ്രസൻ്റ് ആണ്. ഓക്കെ, സൺഗ്ലാസ് ഉണ്ടല്ലോ, ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസ് സിൽവർ ബ്രോമൈഡ് ഇവിടെ പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്ര നോക്കി ഒന്നുകൂടെ പറയാം. ആദ്യം ഏതായിരുന്നു? ആൽക്കലി ബേരിയം സിലിക്കേറ്റ് ഗ്ലാസ്. അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ ടി വിയിൽ യൂസ്.
അലൂമിനിയം സിലിക്കേറ്റ് ആണെങ്കിലോ റിയാക്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യും, ബോയിലർ എക്സെട്രാസ്. ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്സിനാണെങ്കിൽ 2 ഗ്ലാസ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് എംബഡ് ചെയ്യും, ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വിനൈൽ റെസിൻ പ്ലാസ്റ്റിക് നമ്മൾ എംബഡ് ചെയ്യും. ഫൈബർ ഗ്ലാസ് എൻഡോസ്കോപ്പിയിലൊക്കെ ഉള്ളതും കമ്മ്യൂണിക്കേഷൻ എൻഡോസ്കോപ്പിയിലുള്ളതാണ്. അതിലേക്ക് സ്പിന്നിങ് പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് ആ ഒരു വാട്ടർ പ്രൂഫാണ്, ഇലക്ട്രിസിറ്റി ഒന്നും കടത്തിവിടത്തില്ല, ഷോക്ക് പ്രൂഫാണ്, ഫയർ പ്രൂഫാണ്, അങ്ങനെയൊക്കെ. പ്ലേറ്റ് ഗ്ലാസ് ആണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഫോം ഗ്ലാസ്. ഫോം ഗ്ലാസ് എന്തായിരുന്നു, ഫോം ഗ്ലാസ് നമുക്ക് വുഡ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ആൻഡ് അവരിലേക്ക് ഗ്ലാസ്സിനെ മെൽറ്റ് ചെയ്തിട്ട് അലോങ് വിത്ത് കാർബൺ അങ്ങനെ നമുക്ക് കിട്ടുന്ന വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യും. ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. എ സിയിൽ റെഫ്രിജറേറ്റേഴ്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഹീറ്റ് എക്സ്ക്ലൂഡിങ് ഗ്യാസ് ഗ്ലാസ്സിൽ തന്നെ ഹീറ്റ് അത് കടത്തി വിടില്ല. പിന്നെ വിഷനും ലൈറ്റും അപ്പോൾ വിഷനും ലൈറ്റും ഒബ്സ്ട്രക്റ്റ് ആകത്തില്ല, പക്ഷേ ഹീറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. റെയിൽവേ കോച്ചസിൽ ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ലെഡ് ക്രിസ്റ്റൽ ഗ്ലാസ്സിലാണ് പോയത്. അത് സ്പാർക്കിൾ ചെയ്യും. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ടാക്കാനാണ് ലെഡ് ക്രിസ്റ്റൽ ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. ഒബ്സ്ക്യൂർഡ് ഓർ പേറ്റേൺ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വിഷൻ ഒബ്സ്ട്രക്ട് ചെയ്യും, പക്ഷേ ലൈറ്റിനെ കടത്തിവിടും. ഒപ്റ്റിക്കൽ ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പെക്ടക്കിൾസിന് യൂസ് ചെയ്യും, അതുപോലെ സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പെർഫറേറ്റഡ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ എയർ വെന്റിലേഷൻ അതിൻ്റെയാണ് ഉപയോഗിക്കുന്നത്, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എയറിന് വേണ്ടിയിട്ട്. ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസ് എന്ന് പറയുമ്പോൾ സൺഷീൽഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സിൽവർ ബ്രോമൈഡ് അവിടെ പ്രസൻ്റ് ആണ്. ഓക്കെ, അത്രയും ക്ലിയർ. അടുത്ത സേഫ്റ്റി ഗ്ലാസ് അല്ലെങ്കിൽ ഷേറ്റർ പ്രൂഫ് ഗ്ലാസ് അല്ലെങ്കിൽ ടഫ് ആൻഡ് ഗ്ലാസ്. ഇതെന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കാത്ത ഗ്ലാസ് ആണ് കേട്ടോ. ഇത് സേഫ്റ്റി ഗ്ലാസ്, ഷാറ്റർ പ്രൂഫ് ഗ്ലാസ്. ഷാറ്റർ പ്രൂഫ് എന്ന് പറയുമ്പോൾ പൊട്ടിത്തെറിക്കാത്തത്. ടഫ് ആൻഡ് ഗ്ലാസ്, ഷാറ്റർ പ്രൂഫ് പൊട്ടിത്തെറിക്കില്ല, അപ്പോൾ എന്തായിരിക്കും, ടഫ് ആയിരിക്കും. അപ്പോൾ ടഫ് ആൻഡ് ഗ്ലാസ് അതിന് വേറെ വേറെ പേരുകളാണ് കേട്ടോ. പിന്നെ സേഫ്റ്റി ഗ്ലാസ്. ഓക്കെ, അതിന് വേണ്ടി നോക്കിയാൽ ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസിൻ്റെ മെറ്റീരിയൽ ഏതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, സിൽവർ ബ്രോമൈഡ് പ്രസൻ്റ് ആയിരുന്നു അല്ലേ, സിൽവർ ബ്രോമൈഡ്. ഓക്കെ, അപ്പോൾ സേഫ്റ്റി ഗ്ലാസ്സിന് പറയാം സെല്ലുലോയിഡ് ഷീറ്റ്സ് എംബഡഡ് ഇൻ ബിറ്റ്വീൻ പ്ലേറ്റ് ഗ്ലാസസ്. പ്ലേറ്റ് ഗ്ലാസസിൻ്റെ ഇടയിൽ സെല്ലുലോസ് ഷീറ്റ്സ് എംബഡഡ് ആണ്. സെല്ലുലോസ് ഷീറ്റ് ഉണ്ട്, സെല്ലുലോസ് ഷീറ്റ് എംബഡഡ് ബിറ്റ്വീൻ പ്ലേറ്റ് ഗ്ലാസസ്. പ്ലേറ്റ് ഗ്ലാസസിൻ്റെ ഇടയിൽ സെല്ലുലോസ് ഷീറ്റ് എംബഡഡ് ചെയ്തിരിപ്പുണ്ട്. ലാമിനേറ്റഡ് ഗ്ലാസ് ഈസ് യൂസ്ഡ് ആസ് വിൻഡ് സ്ക്രീൻ ഓഫ് കാർ. ലാമിനേറ്റഡ് ഗ്ലാസ് ആണ് നമ്മൾ വിൻഡ് സ്ക്രീൻ ഓഫ് കാർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ലാമിനേറ്റഡ് ഗ്ലാസ് ഈസ് യൂസ്ഡ് ആസ് വിൻഡ് സ്ക്രീൻ ഓഫ് കാർ. അടുത്ത സീലിംഗ് ഗ്ലാസ്. ഫോർ സീലിംഗ് മെറ്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ കമ്പോണൻസ്. ഇലക്ട്രിക്കൽ കമ്പോണൻസിൻ്റെ മെറ്റൽസിനെ സീൽ ചെയ്യാനാണ് സീലിംഗ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. ഷീൽഡിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ടു പ്രിവെൻറ്റ് ഹൈ റേഡിയേഷൻ. ഷീൽഡിംഗ് ഗ്ലാസ് ഹൈ റേഡിയേഷനെ പ്രിവെൻറ്റ് ചെയ്യും. വെൽഡിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷീൽഡിംഗ് ഗ്ലാസ് ആണല്ലോ, അവിടെ ലെഡ് ഓക്സൈഡ് ആണ് പ്രസൻറ്റ് ഇൻ ഷീൽഡിംഗ് ഗ്ലാസ്. ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസ്സിൽ സിൽവർ ബ്രോമൈഡ് ആയിരുന്നു ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസ്സിലുണ്ടായിരുന്നെങ്കിൽ ഷീൽഡിംഗ് ഗ്ലാസ്സിലുള്ളത് ലെഡ് ഓക്സൈഡ്. അത് പഠിച്ചേ, ഷീൽഡിംഗ് ഗ്ലാസ് വെൽഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉള്ളത് എന്താ, ലെഡ് ഓക്സൈഡാണ് ഷീൽഡിംഗ് ഗ്ലാസ്സിലുള്ളത്. ഷീൽഡിംഗ് ഗ്ലാസ്സിൽ ലെഡ് ഓക്സൈഡും മറ്റേ ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസ്സിൽ സിൽവർ ബ്രോമൈഡ് ലൈക്ക് ഫോട്ടോക്രോമാറ്റിക്. അപ്പോൾ സൺഷീൽഡ് ആണല്ലേ, അപ്പോൾ സിൽവർ ബ്രോമൈഡ് അങ്ങനെ നോക്കാൻ മതി. അടുത്ത സോല്യൂബിൾ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിൽ സോല്യൂബിളാണ്. ആസിഡ് റെസിസ്റ്റൻസ് സിമെൻറ്റ് ഉണ്ടാക്കാനാണ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ആസിഡ് റെസിസ്റ്റൻസ് സിമെൻറ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ സോല്യൂബിൾ ഗ്ലാസ് ഉണ്ടാക്കുന്നത്. അടുത്തത് സ്ട്രക്ചറൽ ഗ്ലാസ് അല്ലെങ്കിൽ ഗ്ലാസ് ബ്രിക്ക്. ഇറ്റ് ക്യാൻ സെറ്റ് ഇൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആൻഡ് ക്യാൻ ബി റീഇൻഫോഴ്സ്. ഇതിന് നമുക്ക് റീഇൻഫോഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ്സാണ് സ്ട്രക്ചറൽ ഗ്ലാസ് കേട്ടോ. ഗ്ലാസ് ബ്രിക്ക് പോലെ തന്നെയാണ്. ലൈക്ക് സിമെൻറ്റ് കോൺക്രീറ്റിൽ ഇവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റിലും പാർട്ടീഷനിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യും. അടുത്ത ടെക്നിക്കൽ ഗ്ലാസ് എന്താണ്, ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നതാണ് ടെക്നിക്കൽ ഗ്ലാസ്. അടുത്ത UV റേ ഗ്ലാസ്. ട്രാൻസ്മിറ്റ് 75% ഓർ മോർ UV റേസ് ദാൻ പ്ലേറ്റ് ഗ്ലാസ്. നമ്മുടെ പ്ലേറ്റ് ഗ്ലാസ് ഉണ്ടല്ലോ, പ്ലേറ്റ് ഗ്ലാസ് നമ്മൾ നേരത്തെ പറഞ്ഞു. പ്ലേറ്റ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ്. പ്ലേറ്റ് ഗ്ലാസ്സിനെ കാട്ടിനും ട്രാൻസ്മിറ്റ് 75% മോർ UV റേസ് ദാൻ പ്ലേറ്റ് ഗ്ലാസ്. പ്ലേറ്റ് ഗ്ലാസ്സിനെ കാട്ടിനും 75% കൂടുതൽ UV റേസിനെ പാസ് ചെയ്യിപ്പിക്കുന്നതാണ്. ഇനി വയേർഡ് ഗ്ലാസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, PQ ആണ്. സ്റ്റീൽ വയർ മെഷ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ഗ്ലാസ് ഡ്യൂറിങ് റോളിംഗ് പ്രോസസ്സ് സമയത്ത് വയേർഡ് ഗ്ലാസ് റോളിംഗ് പ്രോസസ്സ് ഇല്ലേ, ആ സമയത്ത് നമ്മൾ സ്റ്റീൽ വയേഴ്സ് വെച്ച് കൊടുക്കും. സ്കൈ ലൈറ്റ്സിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, സ്കൈ ലൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് ചോദിക്കും സ്റ്റീൽ വയർ മെഷ് ഏത് പ്രോസസ്സിൽ, സ്പിന്നിങ്ങിലാണെന്നൊക്കെ ചോദിക്കും. അല്ല,
നമ്മുടെ റോളിംഗ് പ്രോസസ്സിലാണ് വെക്കുന്നത്. അടുത്ത ഗ്ലാസ് ബ്ലോക്ക്. ഗ്ലാസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഹോളോ യൂണിറ്റ് യൂസ്ഡ് ഫോർ എവാക്വേറ്റിംഗ് മെറ്റീരിയൽ. ഗുഡ് ഇൻസുലേഷൻ അഗെയിൻസ്റ്റ് ഹീറ്റ് ആൻഡ് കോൾഡ്. അടുത്ത ഗ്ലാസ് സെറാമിക്. ഗ്ലാസ് സെറാമിക് എന്ന് പറഞ്ഞാൽ മിസൈൽ നോസസില്ലേ, മിസൈൽ നോസസിലാണ് ഗ്ലാസ് സെറാമിക് യൂസ് ചെയ്യുന്നത്. മിസൈൽ നോസസിലും ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് സെറാമിക് ആണ്. ഗ്ലാസ് സെറാമിക്. ഓക്കെ, ഇത്രയാണ് ടൈപ്സ് ഓഫ് ഗ്ലാസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നുകൂടെ പറയാം. ടി വിയിൽ യൂസ് ചെയ്യുന്ന ആൽക്കലി ബേരിയം സിലിക്കേറ്റ് ഗ്ലാസ്. ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്സിൽ ലൈക്ക് എന്താണ് ഹൈ സ്ട്രെങ്ത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വീനൈൽ ലെസിൻ പ്ലാസ്റ്റിക് ആണ് എംബഡഡ് ചെയ്തിരിക്കുന്നത്. പ്ലേറ്റ് ഗ്ലാസ് ആണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. ഫൈബർ ഗ്ലാസ് എൻഡോസ്കോപ്പിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അത് സ്പിന്നിങ് പ്രോസസ്സ് സമയത്താണ്, സ്പിന്നിങ് പ്രോസസ്സ് വഴിയാണ് കിട്ടുന്നത്. ഫോം ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വുഡ് പോലെ കട്ട് ചെയ്യാൻ പറ്റും. AC റെഫ്രിജറേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതായത് ഒബ്സ്ക്യൂർഡ് അല്ലെങ്കിൽ പെറ്റാൺ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റിനെ കടത്തി ലൈക്ക് വിഷൻ ഒബ്സ്ട്രക്ട് ചെയ്യും, പക്ഷേ ലൈറ്റിനെ പാസ് ചെയ്യിപ്പിക്കും. ഒപ്റ്റിക്കൽ ഗ്ലാസ് ആണ് നമ്മൾ കണ്ണാടിയിലൊക്കെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ സ്പെക്ടക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസ്സിൽ സിൽവർ ബ്രോമൈഡ്. ഓക്കെ, സിൽവർ ബ്രോമൈഡ് പ്രസൻ്റ് ആണ്. സിലിക്ക ഗ്ലാസ് വിട്ടുപോയി കേട്ടോ. സിലിക്ക ഗ്യാസ് എന്ന് പറഞ്ഞാൽ സിലിക്ക ഗ്യാസ് ലൈക്ക് പോറസ് ഉണ്ട് ആൻഡ് ഹെൻസ് യൂസ്ഡ് ഫോർ ഫിൽട്രേഷൻ. ഓക്കെ, സിലിക്ക ഗ്ലാസ്സിൽ പോറസ് ഉള്ള ഇതിലാണെന്ന് ചോദിക്കാം. സിലിക്ക ഗ്ലാസ്സിൽ അതിൻ്റെ ട്രൈഡ് നെയിം വൈക്കോറാണ്. ഓക്കെ, അപ്പോൾ ഏത് വരത്തി ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസ്സിൽ സിൽവർ ബ്രോമൈഡ് ഉണ്ട്. അതായത് ഷീൽഡിങ് ഗ്ലാസ്സിലുള്ള എന്താ ലെഡ് ഓക്സൈഡാണ്. സിലിക്ക ഗ്ലാസ്സിൽ പോൾസ് ഉണ്ട്, അപ്പോൾ ഫിൽട്രേഷൻ പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് വയേർഡ് ഗ്ലാസ് നമ്മൾ റോളിംഗ് പ്രോസസ്സിൽ വയേഴ്സും കൊണ്ട് നമ്മൾ ഈ ഗ്ലാസിൻ്റെ അകത്ത് വെച്ച് കൊടുക്കും. സ്കൈലൈറ്റ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട. ഇനി അടുത്തത് കോമ്പോസിഷൻ ഓഫ് ഗ്ലാസ്. ഗ്ലാസിൻ്റെ കോമ്പോസിഷൻ. ഗ്ലാസ്സിലുള്ള സിലിക്ക ഉണ്ട്, ലൈമുണ്ട്, പൊട്ടാഷ് ഉണ്ട്, സോഡയുണ്ട്, കളക്സ് ഉണ്ട്. ഓക്കെ, സിലിക്കയാണ് മെയിൻ ആൻഡ് മേജർ കോൺസ്റ്റിറ്റ്യുവൻറ്റ്. ഗ്ലാസിൻ്റെ മെയിൻ ആൻഡ് മേജർ കോൺസ്റ്റിറ്റ്യുവൻറ്റ് സിലിക്കയാണ്. നമുക്ക് ടൈപ്പ് ഓഫ് ഗ്ലാസ് പഠിക്കുമ്പോൾ മനസ്സിലായി അല്ലേ? ടൈപ്പ് ഓഫ് ഗ്ലാസ്സിൽ സോഡ, ലൈം ഗ്ലാസ്സിലൊക്കെ ലൈക്ക് സോഡിയം സിലിക്കേറ്റും കാൽഷ്യം സിലിക്കേറ്റും ഒക്കെയാണ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ സിലിക്കയാണ് മെയിൻ ആൻഡ് മേജർ കോൺസ്റ്റിറ്റ്യുവൻറ്റ്. കാർബണേറ്റ് ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം ഡിക്രീസസ് ദ ഫ്യൂസിങ് ടെമ്പറേച്ചർ ഓഫ് സിലിക്ക. സിലിക്കയുടെ ഫ്യൂസിങ് ടെമ്പറേച്ചർ കുറയ്ക്കുന്ന കാർബണേറ്റ് ഓഫ് സോഡിയവും പൊട്ടാസ്യം. സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കാർബണേറ്റ്സ് ഉണ്ടെങ്കിൽ ഫ്യൂസിങ് ടെമ്പറേച്ചർ കുറയ്ക്കും. അടുത്ത ലൈം എന്ത് പ്രൊവൈഡ് ചെയ്യും? ഫ്ലൂയിഡിറ്റിയും ടഫ്നെസ്സും ഡ്യൂറബിലിറ്റിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പൊട്ടാഷ്യം എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഫയറിനെ റെസിസ്റ്റ് ചെയ്യും. ലൈം, സിലിക്ക, പൊട്ടാഷ്. അടുത്ത സോഡ എന്തിനാന്ന് പറഞ്ഞാൽ ഫ്യൂസിങ്ങിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ലൈക്ക് ഓഡ് ആൻഡ് ഔട്ടൊക്കെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എളുപ്പമാണ്. സിലിക്ക നമുക്ക് ലൈക്ക് ടൈപ്സ് ഓഫ് ഗ്ലാസ്സിൽ നിന്ന് തന്നെ നമുക്കറിയാം. സിലിക്ക ഉണ്ട് ആൻഡ് ലൈം ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കാം. ലൈമിൻ്റെ നേരത്തേക്ക് ലൈമിൻ്റെ എന്തോ സംഭവം ഉണ്ടായിരുന്നല്ലോ. ലൈക്ക് സോഡ ലൈം ഗ്ലാസ് എന്നൊക്കെയല്ലേ പേര്. അപ്പോൾ സോഡിയം അല്ല സിലിക്ക ഉണ്ട്, ലൈം ഉണ്ട്, പൊട്ടാഷ് ഉണ്ട്, സോഡ ഉണ്ട്. സോഡ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആക്സിലറേറ്റ് ചെയ്യും ഫ്യൂസിങ്ങിനെ. ഇനി കളക്സ് ഉണ്ട്. കളക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പറഞ്ഞു ബ്രോക്കൺ ഗ്ലാസ് പീസാണ്. ഇത് കെമിക്കൽ അറ്റാക്കും ആൽക്കലി ലോസൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗ്ലാസ്സിനുള്ളത്.